നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് ഇവിടെ വരാൻ വലിയ ഇഷ്ടമായിരുന്നു. കാരണം എന്താണെന്നറിയോ? അമ്മ ഇവിടെ ഉള്ളവരുടെ വിശേഷങ്ങൾ തിരക്കുമ്പോ എനിക്ക് ഇവരോടൊപ്പം കളിക്കാം. അന്ന് ഒപ്പം കളിച്ചവര് ഈ നിൽക്കുന്ന ജോയ്, അഫ്സൽ, ഇത് മീനാക്ഷി. ഒന്നും മറന്നിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കെല്ലാം ഓർമ്മയുണ്ട്, എല്ലാവരെയും അറിയാം. അല്ല, സാറെന്താ വന്നത്? ഞങ്ങൾക്ക് കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കണം. സാറ് വെറുതെ തമാശ പറയുന്നതായിരിക്കും. തമാശയൊന്നുമല്ല, കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ഞങ്ങൾക്കും താമസിക്കാനുള്ള ഇടം ഇവിടെ ഉണ്ടാവും. അതെന്ത് ചോദ്യം മേഡം? ഇത് നിങ്ങളുടെ തന്നെ കോളനിയല്ലേ? ഇടം ഇല്ലാതിരിക്കൂ? അത് സാറും മേഡവും ഇവിടെ താമസിക്കാന്ന് വെച്ചാ എന്താ, ഞങ്ങൾ ഇവിടെ താമസിച്ച എന്താ കുഴപ്പം? അല്ല, ഞങ്ങൾക്കിപ്പോഴും സാറും മേഡവും പറഞ്ഞത് വിശ്വാസമായിട്ടില്ല. വിശ്വസിക്കണം. വലിയ വീടൊക്കെ ഉണ്ടായിട്ടും ഇവിടെ അവിടെ കിട്ടാത്ത സ്വസ്ഥത ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അനുഭവിക്കണം. അത്രേ ഉള്ളൂ. അല്ല, എവിടെയാ ഞങ്ങളിപ്പോ താമസിക്കുക? നിങ്ങൾ അത് പറയൂ. സാറ് വരണം സാറേ, മേഡവും വരണം. താമസിക്കാനുള്ള സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം. ഉള്ള സൗകര്യത്തിൽ സാറിനും മേഡത്തിനും ഇവിടെ താമസിക്കാം. വരൂ സാർ, വരൂ മേഡം. എന്നെ വെല്ലുവിളിച്ചിട്ടാ പാർവതി ഇവിടെ നിന്ന് പോയത്. എന്റെ കൈവശം വന്നു ചേർന്ന ഈ സ്വത്തുക്കളൊക്കെ തിരികെ പിടിച്ചെടുത്ത് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുവെന്നാ അവളുടെ ഭീഷണി. അങ്ങനെ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയ അവളെ വെറുതെ വിടാൻ പാടില്ല. അവൾ ഒരിടത്തും സമാധാനത്തോടെ ജീവിക്കരുത്. പുലി മാനിനെ വേട്ടയാടുന്നത് പോലെ അവളെ തുരത്തി തുരത്തി വേട്ടയാടണം. ജീവിതത്തിലുടനീളം അവള് പ്രഭാവതിയെ ഭയപ്പെടണം. അതിനെന്താ അമ്മേ വേണ്ടത്? അമ്മ പറയും. എടാ, എന്റെ കണക്കുകൂട്ടലിൽ അവനും അവളും കയറി ചെല്ലാൻ സാധ്യതയുള്ള ഒരിടവേ ഉള്ളൂ. ഏതാ സ്ഥലം? വിശ്വനാഥൻ കോളനി. വിശാൽ അവളെ അവിടേക്ക് തന്നെ ആവും വിളിച്ചുകൊണ്ട് പോയത്. അവരവിടെ തന്നെ ഉണ്ടാവും. അവരെ അവിടെ നിന്ന് ഇറക്കി വിടണോ? അതാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? ഏയ്, അതൊരിക്കലും പാടില്ല. പെട്ടെന്ന് ഇറക്കി വിടാൻ പാടില്ല. അങ്ങനെ ഇറക്കി വിട്ടാ പകരം വീട്ടുന്നതിന് ത്രില്ലുണ്ടാവില്ല. മെല്ലെ മെല്ലെ, ഇഞ്ചിഞ്ചായിട്ട് വേണം പക തീർക്കേണ്ടത്. എന്താ ആന്റിയുടെ പ്ലാൻ? അത് പറ. വിശ്വനാഥൻ കോളനിയിൽ അവര് താമസിക്കുകയാണെങ്കിൽ അവര് നമ്മുടെ കമ്പനിക്ക് വാടക തരേണ്ടി വരും. ആഹാരത്തിന് പോലും വകയില്ലാത്തവൻ എങ്ങനെ വാടക തരും? വാടക തരാൻ പറ്റില്ല. അവൻ തരില്ല. അന്നേരം വാടക തരാത്തതിന്റെ പേരില് അവനെയും അവളെയും നമുക്ക് കഷ്ടപ്പെടുത്തണം. അതെങ്ങനെ വേണോന്ന് ഞാൻ പറയാം. ആ, പിന്നെ ആദ്യം നീ പോയി അവര് വിശ്വനാഥൻ കോളനി തന്നെയാണോ താമസിക്കുന്നതെന്ന് അന്വേഷിക്കണം. ശരി അമ്മേ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. പ്രിയ, വാ. ഇവര് നിങ്ങൾക്ക് വേണ്ടി പണം തന്നു, നാളെ ഇവര് ഇതുപോലെ പണം തരൂ. ഇല്ല,
അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. അല്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ബ്രോ, തെരുവിലിറങ്ങി പിച്ചതുണ്ടോ? അല്ല, പാർവതി പറയ്. നിനക്ക് വേണ്ടിയല്ലേ ബ്രോ അവിടെ നിന്ന് പോകുന്നത്? പണം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? പണത്തിന് പണം തന്നെ വേണം. അല്ലാതെ ആഹാരവും നിത്യച്ചെലവുകളും എങ്ങനെ നടന്നു പോവും? രണ്ടുപേരും കൂടി പിച്ച തണ്ടുറിയ. ഇപ്പൊ കിട്ടിയ അഡ്വാൻസ് കാശും തൊഴിലാളികൾ ഇവർക്ക് കൊടുത്ത പിച്ച തന്നെ അല്ലേ? ദാ, ഈ കൊലുസ് വാങ്ങണം. ഈ കൊലുസ് വാങ്ങണം. ഇത് എന്റെ ഭർത്താവ് എനിക്ക് സ്നേഹത്തോടെ സമ്മാനിച്ചതാ. ഇത് പണയം വെച്ച തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തന്ന 50,000-ന് മുകളിൽ കിട്ടും. പണയം വെച്ച് നിങ്ങൾ നൽകിയ തുക തിരിച്ചെടുത്തോളൂ. അയ്യോ, ഇതൊന്നും വേണ്ട മാഡം. വേണം. ഇത് വാങ്ങിയേ തീരൂ. ഇത് വാങ്ങണം. വിനയ്, ഈശ്വരൻ കൂടെയുള്ളിടത്തോളം കാലം ഞങ്ങൾ ഭയപ്പെടാതെ തന്നെ ജീവിക്കും. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അഡ്വാൻസ് കിട്ടിയല്ലോ. വാടകയും മുടങ്ങാതെ കൃത്യമായി കിട്ടിയിരിക്കും. ഇനി നിനക്ക് പോവാല്ലോ. നിന്ന് നേരം കളയാതെ നീ പോവാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.